ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു തെലുങ്ക് മൂവിയാണ്. 2024 റിലീസ് ചിത്രമായിരുന്നു ഈഗിൾ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഈഗിളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് കാർത്തിക് ഹണ്ടേനിയാണ്. ഇതിൻ്റെ കഥ അതുപോലെ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ രവി തേജ, അനുപമ പരമേശ്വരൻ, കാവ്യ രാജ്ഭർ, നവദീപ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഈഗിളിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കത്തിയാണെന്ന്. അതിനേക്കാൾ മൂർച്ച കൂടിയൊരു കത്തി തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്, ഒരു ദുരന്തം. കാരണം സാധാരണ രവി തേജ പടങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് BGM പിടിച്ചിടാൻ സാധിക്കും, പക്ഷേ ഇതിനൊട്ടും തന്നെ പിടിച്ചിടാൻ സാധിച്ചില്ല. നമുക്കതിലോടൊക്കെ പതിയെ വരാം. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അത്യാവശ്യം മോശമില്ലാത്തൊരു കാസ്റ്റിംഗ് തന്നെയാണ്. ഇതിൻ്റെ സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫാക്ടറിയുമായി ഇപ്പോൾ തന്നെ ഈഗിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം സഹദേവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ഈഗിളിൽ നിന്ന് സഹദേവിലേക്ക് മാറി അയാളുടെ അന്വേഷണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ അനുപമ പരമേശ്വരൻ ഒരു നമ്മുടെ ലണ്ടനിലാണെന്ന് തോന്നുന്നു, ഒരു പരുത്തിയുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയുക, ഒരു കോളനി അല്ലെങ്കിൽ ആ സ്ഥലത്തിലേക്ക് നടക്കുന്നു. അവിടെ വെച്ച് എന്താ പറയുക, ഒരു ഷാൾ കിട്ടുന്നു. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ ഒരു വയസ്സായിട്ടുള്ളൊരു അവർ പറയുന്നത് നമ്മുടെ ഇന്ന നാട്ടിൽ നിന്നാണ് പോകുന്നുണ്ടായിരുന്നത്. അതിനേക്കാൾ ഉപരി ആ ഒരു വ്യക്തിയാണ് നമ്മളിങ്ങനെ മാറ്റിയെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് പോരാടിയിട്ടൊക്കെയെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ആ വ്യക്തി ഇന്ന് എവിടെയാണോ ജീവിച്ചിരിക്കുന്നത് പോലും ആർക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ആയിരിക്കും ഈ പരുത്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. അത് ഇന്ന സ്ഥലത്ത് മാത്രം കണ്ടുവരുന്നുള്ള വലിയൊരു വിലപിടിപ്പുള്ള മറ്റൊരു ബോക്സ് കണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നീട് പത്രത്തിൽ ന്യൂസ് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കും മിനിറ്റുകളൊക്കെ ആകും ആ പത്രം അല്ലെങ്കിൽ ആ വലിയൊരു ഒരു മീഡിയ തന്നെ പൂട്ടേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നീട് അത് അന്വേഷിച്ച് എവിടെ നിന്നാണ് ആ സ്ഥലത്തിലേക്ക് അന്വേഷിച്ച് പോകുന്നു. അന്വേഷിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ കഥനായതിനെ കുറിച്ച് ഭയങ്കര ബിൽഡപ്പ് തന്നെയാണ്. അങ്ങനെ കുറേ പേര് ഓടി വരുന്ന ഇടയ്ക്ക് KGF മറ്റേതൊക്കെ കയറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഒരു വലിയ ഹുമ്പൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നാട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരാളോട് ചോദിക്കുന്നു. അങ്ങനെ അവിടെ എത്തുന്നു. അവിടെ കുറേയൊക്കെ ചളി അവിടെ ഇവിടെയൊക്കെ വരെ അറിയുന്നുണ്ട്. ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ മൊത്തം കത്തി കഴിഞ്ഞ് ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ടൊരു കളവെന്ന് പറയുന്നു. അങ്ങനെയാണ് ആനയാണ് ചേനാണ് ഒരു സിംഹാരത്താണ്ടം നടന്നൊരു ദിവസം തന്നെയായിരുന്നു അന്ന്. ഞങ്ങളുടെ ദൈവമാണ്, ദൈവം എവിടെയാണെന്ന് അറിയില്ല, ഒരു നാൾ തിരിച്ചു വരും, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളിയിട്ട് അദ്ദേഹം പോകുന്നു. അപ്പോഴും നമ്മുടെ നായകൻ്റെ ഫേസ് കാണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു വലിയൊരു കൊട്ടാരത്തേക്ക് പോകുന്നു. കൊട്ടാരത്തിൽ പോകുമ്പോൾ മറ്റേ ബോക്സിനെ വെച്ച് ചോദിക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ആ വാദം പിടിച്ചതുകൊണ്ട് അങ്ങനെ വാദമൊക്കെ പിടിച്ച് വാദമൊക്കെ മാറിയിട്ട് മെല്ലെ അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ഇങ്ങനെ കംപ്ലയിൻറ്റ് ഒരാളെ കുറിച്ച് അന്വേഷിക്കുന്നു. ആ പോലീസുകാരൻ പോയെന്ന് പറഞ്ഞ് അയാളും പേടിച്ച് വിറയ്ക്കുന്നു. അപ്പോൾ ആർക്കും മനസ്സിലാവുന്നു എന്താണ് ഈ സംഭവം, കാരണം ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെ വേറൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. ഒരു കുട്ടി പറയുന്ന ഒരു ഹമ്പിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥയാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നു. അപ്പം ചെറിയ പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഒക്കെ വളരെ മോശമായത് കൊണ്ട് തന്നെ നമുക്കൊന്നും തന്നെ കണ്ടിരിക്കാൻ അത്യാവശ്യം എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള അവസ്ഥയായിരുന്നു ഞാനും കണ്ടപ്പോൾ തോന്നുന്നു. കാരണം പകുതി ഇവിടെ പറഞ്ഞു പോകുന്നു, പിന്നീട് ഒരു ബന്ധമില്ലാത്ത വേറെ സീൻ കാണിക്കുന്നു. കാരണം ഒന്നും തന്നെ കണ്ടിക്കാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുമായിരിക്കും. ആൾക്ക് വേണ്ടി ഒരു തിളച്ച ഒരു സാമ്പാർ കണ്ടപ്പോൾ പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇരിക്കുക നമ്മുടെ ഇയാളുടെ സഹദേവൻ്റെ കുറച്ച് അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സഹദേവ് ഇങ്ങനെ കസലിരിക്കുന്നു, തോക്ക് ഉരുത്ത് മടക്കുന്നു. ഇതിലൊരു മറ്റേ പരുത്തിയുടെ വെച്ചിട്ട് ഇങ്ങനെ ഗണ്ണിന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുടഞ്ഞിട്ട് കുറേ പേര് ഇടിച്ചിടുന്നു, കുറേ പേരെ വെടിവെച്ച് വീഴ്ത്തുന്നു. എല്ലാവർക്കും പേടിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ആളെ ഇവിടെ നിന്നിട്ട് വെറും ഒരു നമ്മുടെ SS5 വെച്ച് വെടിവെച്ച ചരിത്രം നമ്മുടെ കഥാനായകനുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ബിൽഡപ്പ് കൊടുക്കുന്നു. അവൻ്റെ തോക്കും വെച്ച് ആടണ്ട, അവനെ കൊല്ലാൻ പറ്റില്ല, അവ അത്ര ഷാർപ്പ് ഷൂട്ടറാണ്, 8000 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് പോയിട്ടുണ്ട്, ഒറ്റയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിള്ളപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഇൻട്രോ കാണിക്കുന്നു. തേങ്ങ മാങ്ങ ഈഗിളുടെ ടൈറ്റിൽ കൊടുക്കുന്നു. ടൈറ്റിൽ വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നീട് പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ നായിക എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല. വേറൊരു പോലീസുകാരുടെ അടുത്ത് പോകുന്നു. അപ്പോൾ അവളും കുറേ ബിൽഡപ്പ് കൊടുക്കുന്നു. ഞാനങ്ങനെ വിചാരിച്ചത്, പക്ഷേ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ഫാക്ടറിക്കുള്ളിൽ മറ്റൊരു ഫാക്ടറി നിലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ ചിലപ്പോൾ കുറേ തോക്കൊക്കെ അന്ന് രാത്രി നടന്ന് ശരിക്കും ഞാൻ ഭയന്ന് പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ നവദീപ് എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ ആര്യറ്റൂളിലൊക്കെ ഉള്ള അല്ലു അർജുൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയാണ് നവദീപ്. അപ്പോൾ ആ വ്യക്തി അങ്ങനെ നേരെ അനുപമ പരമേശ്വരൻ്റെ അടുത്ത് എത്തിപ്പെടുന്നു. അങ്ങനെ ബാക്കിയുള്ള കഥ പറയുന്നു. നമ്മുടെ കഥ അങ്ങനെ ഫ്ലാഷ് ബാക്ക്, ഇയാൾ മറ്റേയാണെന്ന് വലിയ ആരെയാണ് ചേനാണെന്ന് പറഞ്ഞു പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കഥാനായിക കാണിക്കുന്നു. അവരുടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രണയം കുത്തിക്കയറ്റുന്നു. തേങ്ങ മാങ്ങാന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ആ നായിക വന്നാലും വലിയ കാര്യമൊന്നുമില്ല. ഇല്ലെങ്കിലും കഥ മുന്നോട്ട് പോയിരുന്നു. നല്ല അലമ്പായിട്ട് പോയിരുന്നു. ഇത് അത് ഗംഭീരമായിട്ട് അലമ്പായി. ഒന്നുകൂടി അതിലേക്ക് കുറച്ചുകൂടി രീതിയിലാണ് ചേർത്തപ്പോൾ അവസ്ഥ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അയക്കൊന്നും ചെയ്യാൻ. അതിനിടയ്ക്ക് 2 പാട്ട്, തേങ്ങ മാങ്ങ, കല്യാണം, പ്രശ്നങ്ങൾ. അങ്ങനെ നായകൻ്റെ ഇമോഷണലായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഇമോഷണലായിട്ട് ഹണ്ടിങ് ആയിട്ട് ഒന്നും തന്നെ ടച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല.
അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നില്ലാതൊരു വില്ലനെ നായകനെ കൊണ്ട് ഇറക്കുന്നു. പിന്നീട് അവനോട് കുറച്ച് സെൻറ്റി ഇളക്കുന്നു, തിരിച്ചവന് ഉപകാരം ചെയ്യുന്നു. വീണ്ടും ശുഭാവസാനം. ലാസ്റ്റ് നമ്മുടെ KGF പോലെ തന്നെ അയാലും മരിച്ചിട്ടില്ല, തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ചാപ്റ്റർ 2 ഒക്കെ ആക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഈഗിൾ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടപ്പോൾ എനിക്കൊരു പക്ഷിരാജയുടെ അവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ചിറകറ്റ് പോയൊരു പക്ഷിരാജൻ അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പം, ഒരു ഭൂമികുലുക്കം ഇതിൽ പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ വായിക്കണം. പ്രളയം വന്ന അവസ്ഥയായിരുന്നു അവൻ്റെ യുദ്ധം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതിൽ വിട്ടുപോയി മറ്റൊരു ഫൈറ്റ് സീനിൽ ഒരു കാളിയുടെ പോലത്തെ ഒരു പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ കൈയോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ കാളിനെ കൈ പൊക്കുന്നു, 5 വേലങ്ങൾ ഗണ്ണ് പോകുന്നു. ഫുള്ള് നമ്മുടെ തൃശ്ശൂർ പോലെ വെടികെട്ടുന്ന പോലെ പടപട നല്ല പൊട്ടി പോകുന്നുണ്ട്. അതേപോലെ അവസ്ഥയായിരുന്നു ഇതിൻ്റെ അവസാനം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നുള്ളൂ. വൻ ദുരന്തം. അപ്പോൾ ഈഗിൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കാണാതിരിക്കുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാണാമെങ്കിൽ സ്വയം റിസ്കിൽ കണ്ടു നോക്കുക. അത് കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ മൂവീസിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.